വിജയകുമാർ ദാ സമയം ഇപ്പോൾ 10:40 ആകുന്നുണ്ട്. 10:40 ആകുമ്പോൾ വരുന്ന ഈ സൂചനകളെ എങ്ങനെ കാണണം? ഇതിലൊരു 280+ എന്ന നിലയിൽ കുറച്ച് സമയമായി നിൽക്കുന്നുണ്ട് NDA. ഏതാണ്ട് ഒരു 230 അടുത്താണ് ഇന്ത്യ സഖ്യം നിൽക്കുന്നത്. അതിൽ വലിയ മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കേരളത്തിലൊക്കെ സാഹചര്യം വെച്ച് നോക്കിയാൽ അതിൽ കാര്യമായ മാറ്റം ഉണ്ടാകാൻ വഴി കാണുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് NDAയുടെ ലീഡ് ഏതാണ്ട് 5000-അടുത്തേക്ക് എത്തുന്നു. 4948 ആകുന്നു എന്നാണ് അറിയുന്നത്. നിയമം അടക്കമുള്ള BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വോട്ടെണ്ണൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മെച്ചം അവിടെ ഉണ്ടാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 25,000 കടന്നു. 25,347. അതായത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ 25,000-ൽ പരം വോട്ടെന്ന് പറയുന്നത് അത്ര മോശമല്ല. ഈ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് 35,778 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നുണ്ട്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് വീണ്ടും കുറഞ്ഞു, 3341. ആറ്റിങ്ങൽ UDFന്റെ ലീഡ് 2031 ആയിട്ടുണ്ട്. ഇപ്പോൾ അതിങ്ങനെ കാര്യമായ വർധനയില്ലാതെ നിൽക്കുകയാണ്. അതും ചാഞ്ചാടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ആറ്റിങ്ങൽ വൈകാതെ മാറുമെന്ന് തോന്നുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും കംഫർട്ടബിളായ ഒരു പൊസിഷനിലേക്ക് ആരും അവിടെ എത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ദേശീയ ടാലി NDA 289 താഴുന്നു അല്ലേ? 290 വന്നിരുന്നില്ലേ? വീണ്ടും 290 ആയിട്ടുണ്ട്. 290 ആയിട്ടുണ്ട്. അറൗണ്ട് 290 ആവുന്നുണ്ട് വീണ്ടും. എന്തായാലും അവിടെ തന്നെ നിൽക്കുകയാണ്. 289 NDA സഖ്യം, ഇന്ത്യ സഖ്യം 224, മറ്റുള്ളവർ 30 എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പറയുന്ന പോലെ അപ്രതീക്ഷിതമായ ഇന്ത്യ സഖ്യം. അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളുകൾ കണ്ടവർക്കാണ് അപ്രതീക്ഷിതം. ഇത് ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്തവർ ഏതാണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഒരു അവസ്ഥയൊക്കെ നേരത്തെ പറഞ്ഞവരാണ്. പക്ഷേ എക്സിറ്റ് പോളുകൾ അതിനെയൊക്കെ അപ്പാടെ തള്ളിക്കൊണ്ടായിരുന്നല്ലോ അവർ പ്രവചനം. അപ്പോൾ അതുകൂടി വന്നപ്പോഴേക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലേക്ക് മാറി. ഇന്ത്യ സഖ്യം NDA സഖ്യം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്നൊരു ഫീലിലേക്ക് ഒന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. NDA സഖ്യം 289 എന്നാൽ കുറച്ച് സമയം അങ്ങനെ നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യം 224 നിൽക്കുന്നു, മറ്റുള്ളവർ 3. കുറച്ച് സമയമായി ഈ കണക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി എന്തെങ്കിലും അടുത്ത റൗണ്ടുകൾ കഴിയുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഉണ്ടാകുമെന്ന കാര്യം അറിയില്ല. എന്തായാലും UPയിലും ബീഹാറിലും അടക്കം ഒട്ടുമിക്ക ഹിന്ദി ഹൃദയഭൂമികളിൽ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ആയിരുന്നു മുദ്രാവാക്യമെങ്കിലും അങ്ങനെ മുക്തമാകുന്നില്ല. ഹിന്ദി ഹൃദയഭൂമികളിൽ കോൺഗ്രസ് ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ സംഘടനയുണ്ട്, സംഘടനാ ശരീരമുണ്ട്, അവർക്ക് വോട്ട് പിടിക്കാൻ കെൽപ്പുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന ചരിത്രപരമായ ലോക്സഭാ തെരഞ്ഞെടുപ്പാകും ഇക്കാര്യത്തിൽ എന്നാൽ ഒരു തർക്കവും വേണ്ട. ഇന്ത്യ സഖ്യം 224. കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. കേരളത്തിലും അതിനിർണായകമായ ചില രാഷ്ട്രീയ സൂചനകൾ. NDA 2 സീറ്റിൽ, LDF ഒറ്റൊരിടത്ത് മാത്രമാണ്. അതെന്തിന്റെ സൂചനയാണെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ. NDA 2 സീറ്റ് തൃശ്ശൂര്, അത് സുരേഷ് ഗോപി അത്യാവശ്യം നല്ല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കയറുകയാണ് സുരേഷ് ഗോപി. തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖർ 5000 വോട്ടിലേക്ക് ലീഡ് ഉയർത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 1500 ലീഡ് ഉയർത്തി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങോട്ടേക്ക് 26,340 ആയിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും 1000-ൽ പരം വോട്ടിന്റെ വ്യത്യാസം അവിടെ സുരേഷ് ഗോപിക്കുണ്ട്. ഇപ്പോൾ 26,340 വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. തൊട്ടു പിന്നിൽ LDF ആണ്. UDF 3-ാം സ്ഥാനത്ത്. അതായത് നേരത്തെ സൂരജ് പറഞ്ഞിരുന്നു UDFന്റെ കേന്ദ്രങ്ങളിലേക്കാണ് BJP വോട്ട് ഉയർത്തുന്നത്. അപ്പോൾ UDF വോട്ടുകളാണ് അവിടെ BJPയിലേക്ക് മറിഞ്ഞിട്ടുള്ളതെന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. തിരുവനന്തപുരത്ത് 5000 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ലീഡ്. പുതിയ കണക്ക് അവിടെ നിന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ദേശീയ തലത്തിൽ NDA 292, ഇന്ത്യ 222, അത് ഏതാണ്ട് 30. ഇത് ട്രെൻഡ് ഇത് തന്നെയാണ് ട്രെൻഡെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു പശ്ചാത്തലത്തിൽ വല്ലാത്ത രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കും. അത്തരം രാഷ്ട്രീയ ചർച്ചകൾ നടക്കും. ഒരുപക്ഷെ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും ഒരു ദുർബലം ആയിരിക്കും. സ്റ്റേബിളായ ഗവൺമെന്റ് കാഴ്ചവെക്കാൻ കഴിയും എന്ന് ഈ ഘട്ടത്തിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം ഏറ്റവും ഒടുവിൽ ചേർന്ന യോഗത്തിലൊക്കെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഏത് രീതിയിലാകും രാഷ്ട്രീയ ചർച്ചകൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് കളം മാറ്റി ചവിട്ടലുകൾക്ക് കൂടുമാറ്റത്തിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ബംഗാളിൽ BJP ഒരു നേട്ടവും ഉണ്ടാക്കിയില്ല തന്നെയല്ല, കഴിഞ്ഞ തവണത്തെ അവരുടെ നിലയിൽ നിന്ന് അവർ താഴോട്ട് പോയി എന്നാണ് ഒരു പുതിയ തിരിച്ചടിയാണ്. രാജസ്ഥാനിൽ തിരിച്ചടിയുണ്ട്. ബീഹാറിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. 291 292 അല്പസമയം ഉണ്ടായിരുന്നു. 291 താഴ്ന്നു NDA 223. ഇന്ത്യ സഖ്യം കേരളത്തിലാണ്. ക്യൂരിയോസിറ്റി UDF 17, LDF 1, NDA 2. UDF 17, LDF 1, NDA 2. അവിടെ ആലത്തൂരിൽ രാധാകൃഷ്ണനോട് മാത്രമാണ് LDFന് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. NDA എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ഒരുപക്ഷെ സുരേഷ് ഗോപി ഇത്തവണ എടുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും തോന്നുന്നു. കാര്യം 26,000 വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് ഈ ഘട്ടത്തിൽ ഒരു ത്രികോണ മത്സരത്തിൽ പോകുക എന്ന് വെച്ചാൽ അത് അതിപ്രധാനമാണ്, അത് നിർണായകമാണ്. അത്
അത് നമുക്ക് നോക്കിയിരുന്നു കാണാം. ഇത് എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കേവലം ഒരു 5000 വോട്ടുകളുടെ ലീഡ് തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. 291 NDA, 223 ഇന്ത്യ സഖ്യം, മറ്റുള്ളവർ 29. കേരളത്തിൽ UDF 17, LDF 1, NDA 2. വോട്ടെണ്ണൽ തുടങ്ങി 8 മണിക്ക് തുടങ്ങി. ഇപ്പോൾ 10:15 ആകുമ്പോൾ വരുന്ന സൂചന അതത്ര ചെറിയ സൂചനയല്ല, അതൊരു സൂചന തന്നെയാണ്. അത് ദേശീയ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തരംഗത്തിന്റെ ഒരു തരംഗ സമാന സാഹചര്യമൊന്നുമില്ല. മോദി വേവ് എന്തായാലും ഇല്ല. മോദി വേവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാവുന്ന കാര്യം. ഇന്ത്യ 265 താഴുന്നു, ഇന്ത്യ 254. വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടം. വീണ്ടും ഇന്ത്യ 265, ഇന്ത്യ സഖ്യം 254. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.